മൂന്നാമത്തെ പീഡനക്കേസിൽ ജാമ്യം കിട്ടി പുറത്തു വന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഷൗട്ടിംഗ് ബ്രിഗേഡും വലിയ ആവേശത്തിലാണ്. ഷൗട്ടിംഗ് ബ്രിഗേഡ് പണ്ടുതൊട്ടേ ആവേശത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം ഒരു യോഗ്യനാണ്, ചെറുപ്പക്കാരനാണ്, സുന്ദരനാണ്, അവിവാഹിതനാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് പറയാൻ അറിയാവുന്ന ആളാണ്, പാലക്കാട്ട് MLA ആണ്, വലിയ ഭാവിയുള്ള ചെറുപ്പക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ഓർത്ത് നെടുവേർപ്പിടുന്ന ഒരുപാട് ആളുകളെ എനിക്കറിയാം. ആ കൂട്ടത്തിൽ സ്ത്രീകളുമുണ്ട്, പുരുഷന്മാരുമുണ്ട്. ഇവരൊക്കെ പറയുന്ന ഒരു കാര്യം, വളരെ സത്യസന്ധനും മര്യാദക്കാരനും സൽഗുണസമ്പന്നനുമായൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഈ കള്ളിയങ്കാട്ട് നീലി എന്നൊക്കെ പറഞ്ഞ പോലെ ഓരോ സ്ത്രീകൾ ഇദ്ദേഹത്തെ വഴിയിൽ കാത്തു നിന്ന് കണ്ണടിച്ച് കാണിക്കുകയും ഈ വെറ്റിലച്ചെല്ലം എടുത്ത് നീട്ടി അതിൽ മുറുക്കാനായിട്ട് ചുണ്ണാമ്പ് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാവപ്പെട്ട ചെറുപ്പക്കാരൻ ചുണ്ണാമ്പ് കൊടുക്കാമെന്ന് വിചാരിച്ച് ചെന്നപ്പോൾ അദ്ദേഹത്തെ ഇവർ പിടിച്ച് കരിമ്പനയുടെ മുകളിൽ കയറ്റി, നമ്മൾ ഈ യക്ഷിക്കഥയിലൊക്കെ വായിച്ചിട്ടുള്ള പോലെ അതിൻ്റെ മുകളിൽ കയറ്റി ഇദ്ദേഹത്തെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വിധേയനാക്കുകയും അതിനുശേഷം പുള്ളിയുടെ എല്ലും മുടിയും കരിമ്പനയുടെ ചൂട്ടിൽ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാണ്. ഇത് വിശ്വസിക്കുന്ന ആളുകളുണ്ട് കേട്ടോ. നമ്മുടെ രാജ്യത്ത് ഇത് വിശ്വസിക്കുന്ന ഒരുപാട് ബുദ്ധിജീവികൾ അടക്കമുണ്ട്. നിഷ്കളങ്കരായ ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ വഴിതെറ്റിച്ച് എല്ലും തൊലിയുമാക്കി പുറത്തു വിട്ട, അല്ലെങ്കിൽ പല്ലും മൂടിയും മാത്രം ഉപേക്ഷിച്ച് കളഞ്ഞ പൊംചെല്ലികളെ വെറുതെ വിടാൻ പാടില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങളുടെ അടുത്തുള്ള ആരോടും ചോദിച്ചാൽ മതി. അവർ പറയും ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തത്, പാവം കൊച്ചൻ, ഇതുപോലെ മര്യാദക്കാരനായ ഒരാളെ കണ്ടിട്ടില്ല, വായിൽ വിരലിട്ടാൽ കടിക്കില്ല എന്നൊക്കെ പറയുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും നേരാങ്ങളമാരും പെങ്ങന്മാരും ഒക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവർ പല ന്യായങ്ങളും പറയും, പല കോടതി വിധികളൊക്കെ ഉദ്ധരിക്കും. ഇദ്ദേഹത്തിനെതിരെ എവിടെയാണ് പരാതി, ഇതിൻ്റെയൊക്കെ പുറകിൽ മാർക്സിസ്റ്റുകാരുടെ ദുഷ്ടബുദ്ധിയാണ്, BJP-കാരുടെ ഗൂഢാലോചനയാണ് എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒരു കൊളരാത്തവനാണെന്നും ഒരു പരാതി പോലും ഇല്ലാതെ രാഹുൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറഞ്ഞ് നെടുവീർപ്പിടുന്നവരുമാണ്. അതവിടെ നിൽക്കട്ടെ. രാഹുൽ ഇനി മത്സരിക്കുമോ? മത്സരിച്ചാൽ തന്നെ പാലക്കാട്ടെ പ്രബുദ്ധരായ വോട്ടർമാർ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമോ? അദ്ദേഹം ജയിക്കുമോ, വീണ്ടും MLA ആവുമോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല. ജനമായതുകൊണ്ട് പലതും ചെയ്യും. നമ്മളാരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല പ്രതികരണങ്ങളും വോട്ടർമാരുടെ ഭാഗത്തുണ്ടാവും. അവരുടെ തീരുമാനം എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണം എന്നില്ല. എന്ന് വെച്ചാൽ അവരുടെ തീരുമാനം തെറ്റായിക്കൊള്ളണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുകയില്ല. ഇവിടെ പറയാൻ പോണ വോട്ടിനെക്കുറിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചോ അല്ല. ഇവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് പണം വാങ്ങിയിട്ട് അവനെ തരമുള്ളൂ നിരന്തരമായി ശബ്ദം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അത് ചില YouTube ചാനലുകൾ നടത്തുന്ന ആളുകൾ. രാഹുലിൻ്റെ നിരപരാധിത്വം തെളിക്കും, ഈ പരാതിക്കാരിയുടെ ചെമ്പ് തെളിക്കും, പരിപ്പ് വെന്തില്ല, കണ്ടം വഴി ഓടിച്ചു എന്നൊക്കെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ചാനലുകാരുണ്ട്. ചാനലെന്ന് വെച്ചാൽ ടെലിവിഷൻ ചാനലല്ല, ഈ YouTube ചാനൽ നടത്തുന്ന ആളുകളുണ്ട്. അവരൊന്നും പേര് ഞാനിപ്പോൾ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ പ്രചരണം ഒരു ഭാഗത്തെ കൂടി നടക്കുന്നു. അതോടൊപ്പം തന്നെ വേറൊരു പുതിയ സമരമുഖം തുറന്നിരിക്കുകയാണ്. ഞാൻ യഥാർത്ഥത്തിൽ അതാ പറയാൻ വന്നത്. അതെന്താ വെച്ചാൽ, ഈ പരാതി കൊടുത്ത സ്ത്രീകളെക്കുറിച്ച് പരാതി കൊടുക്കുക എന്നുള്ളതാണ്. പരാതിക്കാർക്കെതിരെ പരാതി കൊടുക്കുക, അങ്ങനെ പരാതിക്കാരിയെ പ്രതിസ്ഥാനത്ത് വരുത്തുക, വാദിക പ്രതിയാക്കുക. ഇദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ പോരാ, ഈ പ്രതി അല്ലെങ്കിൽ ആ കുറ്റാരോപണം നടത്തിയ ആൾ വളരെ അസാൻമാർഗിക ജീവിതം നയിക്കുന്ന ആളാണ് എന്ന് YouTube ചാനലുകാരെ കൊണ്ട് പറയുക, അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിക്കുക മാത്രമല്ല, അവർക്കെതിരെ പോലീസിൽ പരാതി കൊടുക്കുക, കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുക. അങ്ങനെ ഇനി മേലിൽ ആരും ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ പുതിയ ആശയം. അതിനും നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ട്. പുള്ളി നേരിട്ട് കൊടുക്കുന്നില്ല, ചിലതൊക്കെ പുള്ളിയുടെ ചേർന്ന ആടുതലികളെ കൊണ്ട് കൊടുപ്പിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അഭ്യുദയകാംക്ഷികൾ, അല്ലെങ്കിൽ ഇദ്ദേഹം ഒരു യോഗ്യനാണെന്ന് വിചാരിച്ചിട്ടുള്ള ആളുകൾ, പിന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ചില മഫന്മാർ, ഇവരൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ അതിജീവിതകൾ എന്ന് പറയുന്ന പരാതിക്കാരെ അപഹസിക്കുകയും അവഹേളിക്കുകയും ചവിട്ടിത്തേക്കുകയും അവരെക്കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തുകയും, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യോഗ്യന്മാരാണ്, ഞങ്ങൾ അതിജീവിതക്കൊപ്പം ഇത് പറയിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ പരാതിക്കാർക്കെതിരായിട്ട് പരാതി കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ പരാതി കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പോലീസ് സ്റ്റേഷനിൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഏത് പരാതി വേണമെങ്കിലും കൊടുക്കാം. ഈ അതിജീവിത രാഹുൽ മാങ്കൂട്ടത്തെ
ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ കേസ് കൊടുക്കാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഒരു പായ വെള്ളക്കടലാസും പേനയിലും മഷിയും ഉണ്ടെങ്കിൽ ആർക്ക് ഏത് പരാതി എവിടെയും കൊടുക്കാം. അതിൽ യാതൊരു തെറ്റുമില്ല. ജനാധിപത്യ രാജ്യമാണല്ലോ. പക്ഷേ പരാതി കൊടുക്കുമ്പോൾ തന്നെ ദാ ഇങ്ങനൊരു പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് മുഖ്യധാരാ മാധ്യമങ്ങളിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തെ ബലാത്സംഗം ചെയ്ത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്ന ആളുകളുണ്ട്. ഈ അങ്ങനെയുള്ള പരാതികൾ കൊടുക്കുന്നവരുണ്ട്. പരാതിക്കാരി വ്യാജ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് പരാതി കൊടുക്കും. അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത മൊഴി കള്ളമാണ് എന്ന് പറഞ്ഞ് അടുത്ത പരാതി. പിന്നെ DGPക്ക് പരാതി, മനുഷ്യാവകാശ കമ്മീഷൻ പരാതി, വനിതാ കമ്മീഷൻ പരാതി. അങ്ങനെ നിരന്തരമായ അനന്തമായ പരാതികൾ കൊണ്ട് ഈ പരാതിക്കാരെ പിൻവലിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ ഐഡിയ. സത്യം പറഞ്ഞ് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഈ PK കുഞ്ഞാലിക്കുട്ടി എത്ര യോഗ്യനായിരുന്നു, എത്ര മാന്യനായിരുന്നു, എത്ര മാതൃകാപരമായ പൊതുപ്രവർത്തനമാണ് അദ്ദേഹം നടത്തിയത് എന്ന് നമുക്ക് മനസ്സിലാവുക. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പരാതി ഉണ്ടപ്പോൾ പുള്ളി എന്ത് ചെയ്ത്? പുള്ളി ഈ പരാതിക്കാരെ ഓരോരുത്തരെയും വിളിച്ച് അവർ ചോദിച്ച അത്ര പൈസ കൊടുത്തു. ചിലർക്ക് വസ്തു വാങ്ങിച്ചു കൊടുത്തു, ചിലർക്ക് വീട് പണിച്ചു കൊടുത്തു, ചിലരെ കല്യാണം നടത്തി ഭർത്താവ് ഉണ്ടാക്കി കൊടുത്തു, കാറ് വാങ്ങിച്ചു കൊടുത്തു, മാസാമാസം പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ആഴ്ചയിൽ വേണ്ടവർക്ക് ആഴ്ചയിൽ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ഏതെങ്കിലും ഒരു പരാതിക്കാരിക്കെതിരായിട്ട് കുഞ്ഞാലിക്കുട്ടിയോ മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് എവിടെയെങ്കിലും വെച്ച് പരാതി കൊടുക്കുകയോ അവരെ ആക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ എന്തെങ്കിലും ചെയ്തു? ഒരിക്കലും ചെയ്തില്ല. അവരെക്കുറിച്ച് മറ്റു പല ആളുകളും പല ആവാസതരങ്ങളും പറഞ്ഞുവെങ്കിൽ പോലും കുഞ്ഞാലിക്കുട്ടിയോ അദ്ദേഹത്തിൻ്റെ സിൽബന്ധികളോ ഭൂതഗണങ്ങളോ ഒരിക്കലും പറഞ്ഞില്ല. ഇതുപോലെ തന്നെ കുപ്രസിദ്ധി നേടിയ മറ്റ് പല നേതാക്കന്മാരുണ്ട്. ഞാൻ പേരെടുത്ത് പറയാത്തത് ഈ എണ്ണം വളരെ കൂടുതലായതുകൊണ്ടാണ്. അവരാരും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇങ്ങനെ ചെയ്ത ഒരേ ഒരാൾ സത്യം പറഞ്ഞാൽ ഈ ന്യൂജൻ രാഷ്ട്രീയക്കാരനായ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. ഇനിയിപ്പോൾ അദ്ദേഹത്തെ നാളെ കോടതി ശിക്ഷിച്ചാലും വെറുതെ വിട്ടാലും പുള്ളിയുടെ ഈ വളരെ പുതുമയാർജിച്ച ഈ തന്ത്രമുണ്ടല്ലോ, അതിന് നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. അന്തഹന്ത കിന്ത പട്ട് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹത്തിന് വീരശൃംഖലയ്ക്കും വീരാളിപ്പട്ടിനും അർഹതയുണ്ട് എന്നാണ് എൻ്റെ ഒരു തോന്നൽ.